സൂചിപ്പിക്കുകയുണ്ടായി. എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് ദിക്റുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മർമ്മപ്രധാനമായ ദിക്റെങ്കിൽ കുതുബിയത്തിലുള്ള ഹാ ഹി ഹു എന്ന ദിക്റിന്റെ തെളിവുകൾ എന്താണ് എന്ന് ഉസ്താദന്മാർ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ചൂടെടുക്കുമ്പോൾ ആൾക്കാരെ ഹാന്ന് പറയുന്നത് കുതുബിയത്തിലാണ് പരിപാടി. റാത്തീബില് അങ്ങനെ ഒരു ദിക്റില്ലേ? അത് ശരിയാണ്, അതിനൊരു ദിക്റുണ്ട്. എന്നത് മുജാഹിദാണ് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? അതില്ല, ഉള്ളത് എന്നതുപോലെ പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഖുർആനിൽ പഠിച്ചിട്ട് എതിർക്കുമ്പോൾ നോക്കണ്ടേ എന്തൊക്കെയാണ് പേര് ചെയ്യണത്, അല്ലാതെ വെറുതെ ഒരു എതിർത്തിന് കാര്യമില്ല. അങ്ങനെ ദിക്റുണ്ട്, അത് ശരിയാണ്. അത് ഞങ്ങൾ മുസ്ലിങ്ങളൊക്കെ റാത്തീബ് ചെല്ലുന്ന ആളുകൾ അത് ഉരുവിടാറുണ്ട്, ചെയ്യാറുണ്ട്. അതിന് പ്രാമാണികമായ തെളിവുമുണ്ട്. ഞങ്ങൾ വെറുതെ ചെയ്യല്ല. അത് പണ്ഡിതന്മാരും നേതാക്കളും ഉലമാക്കളും പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കളും ഒക്കെ പഠിപ്പിച്ചതുമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി തഫ്സീറുൽ കബീർ, ഇമാം റാസിയിൽ തന്നെ ഫഖറുദ്ദീൻ റാസി തഫ്സീറുൽ കബീർ, ഞാൻ നേരത്തെ പറഞ്ഞ വിശദമായ തഫ്സീർ, ആ തഫ്സീറിൽ ബഹുമാനപ്പെട്ട അതിന്റെ ഒന്നാമത്തെ വാല്യത്തിൽ മഹാൻ അവர்கள் വിശദീകരിച്ചു. ഇടയ്ക്ക് ഗതാഗതത്തിന് നമ്മുടെ പരിപാടി തടസ്സമാകരുത്. ചില പരിമിതി എന്ന് പറഞ്ഞുകൂടാ, ഉള്ള സ്ഥലത്ത് നമ്മളെ ആളുകൾക്ക് തികയാതെ ആയതാണ്. സ്ഥലത്തിന്റെ മാത്രം കുഴപ്പമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കരുത്. നമ്മുടെ പ്രവർത്തകർ വലിയ ഭീമമായ സംഖ്യ ഇതിന് ചെലവ് വരുമെന്ന് പറയേണ്ടതില്ല. ബക്കറ്റ് പിരിവുമായി നിങ്ങളെ സമീപിക്കുന്നത് വലിയ സംഖ്യ തന്നെ നിക്ഷേപിക്കാനാണ്. എല്ലാവരും സഹായിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം റാസി തഫ്സീറുൽ കബീറിന്റെ ഒന്നാമത്തെ വാല്യത്തിൽ മഹാനവർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. കണ്ടോ, ബഹുമാനപ്പെട്ടവർ ഈ അള്ളാഹുവിന്റെ ദിക്റുകളെ കുറിച്ചും ചർച്ചകളെ കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞ ശേഷം അവിടെ നിന്ന് പറഞ്ഞു, ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വളരെ ശറഫാക്കപ്പെട്ട വളരെ ബഹുമതിയുള്ള ഒരു ദിക്ർ ഞാൻ പൂർവീകരുടെ ഗ്രന്ഥങ്ങളിൽ കണ്ടു. അതുകൂടി പറഞ്ഞ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റാസി ചില ദിക്റുകൾ പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട പറഞ്ഞു, യാഹു യാമൻ ലാഹു ഇല്ലാഹു യാമൻ ലാ ഇലാഹ ഇല്ലാഹു യാ അസൽ യാ അബദ് യാ ദഹർ യാ ദൈഹാൻ യാ ദൈഹൂർ യാമൻ ഹുവൽ ഹയ്യുൽ ലദീ ലാ യമൂത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരിചയമില്ലാത്ത, നിങ്ങൾ കേൾക്കാത്തത് കൂടിയായ ചില ദിക്റുകൾ. ഇനി നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട നുസ്റത്തുൻ നബവിയിൽ കാണാം, ശറഹു റായിയയിൽ കാണാം. ദിക്റിനെ കുറിച്ച് സുന്നത്തായ ദിക്റുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഹൂ ഹാ ഹി, അതുപോലെ ഹൂ ഹൂ ഹൂ, വമിൻ ഹൈസുൽ അളമത്തു ആ ആ ആ, വമിൻ ഹൈസുൽ തജല്ലി ഹാ 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 എന്നൊക്കെ പറഞ്ഞ് സഹോദരങ്ങളെ വ്യത്യസ്തങ്ങളായ ദിക്റുകൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സുന്നികളിൽ കഴിയുന്നത് ഞങ്ങൾ ആരെങ്കിലും പോകറ്റെന്ന് ഉണ്ടാക്കിയ ദിക്റൊന്നല്ല. പിന്നെയോ പൂർവീകരായ സലഫ് സ്വാലിഹികൾ ലോകത്ത് കേരള നെതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ KM മൗലവി വരെ മുജദ്ദിദാണ് എന്ന് അംഗീകരിച്ച വ്യക്തിയാണ് ഇമാം റാസി. നിങ്ങൾക്കിത് ചിലപ്പോൾ കഥ ഉണ്ടാവില്ല. അന്നത്തെ മുജാഹിദുകൾക്ക് ഈ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ ആള് KM മൗലവിയാണ്. ആ KM മൗലവി തന്റെ ഖാദിയാനി ഖണ്ഡനം എന്ന പുസ്തകം എന്റെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, ഈ 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായി ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുള്ളയെ പരിചയപ്പെടുത്തിയത് കാണാം. ആ റാസി ഇമാമാണ് തന്റെ വിസ്തൃതമായ തഫ്സീറുൽ കബീറിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ മഹാന്മാക്കൾ പഠിപ്പിച്ച ദിക്റന്നെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ പോക്കറ്റെന്നോ ഭൂമിയിൽ കുഴിച്ചെടുത്തതോ ആയ യാതൊരു ദിക്റോ ഒരു വിവാദത്തും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇങ്ങനെ പ്രമാണങ്ങളുടെ ഭദ്രത കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ആ ഓരോരോ വാക്കിന്റെ ഹാ ഹി ഹു എന്ന് പറയുന്ന ഓരോ വാക്കിന്റെ അർത്ഥം എന്തെന്ന് വിശദീകരിക്കാം. അള്ളാഹുവിന് 4999 പേരുണ്ട്. 4999 പേരുകൾ. ആ 4999 പേരുകളിൽ 199 പേരാണ് നമുക്കറിയുക. അസ്മാഉൽ ഹുസ്ന അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്ന എന്ന പേര് ഖുർആനും സുന്നത്തിലും ശക്തമായ പരമ്പരയോടെ വന്നിട്ടുള്ളത്. ബാക്കി എത്ര ആയിരക്കണക്കിന് പേര് നമുക്കറിയില്ല. അപ്പൊ നമുക്കറിയാത്ത
കുറെ നാമങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നാമത്തിന്റെയും അർത്ഥമൊന്നും നമുക്കറിയില്ല. അതിവിടെ മാത്രമല്ല, ഞങ്ങൾ സുന്നികൾ ചെയ്യുന്ന ആയത്തിന്റെ സുന്നികൾ ചെല്ലുന്ന വിൽക്കുന്ന മാത്രം കുറച്ചാൽ പോകട്ടെ. മുജാഹിദ് ഖുർആൻ സൂറത്ത് മുറുകെ പിടിക്കണമല്ലേ? ഞങ്ങൾ തുടക്കത്തരം മരിച്ചാൽ തന്നെ അലിഫ്ലാമീം അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഖുർആൻ സൂറത്ത് ഖുർആൻ പഠിപ്പിക്കാനായിട്ട് നടക്കുന്ന കൂട്ടരല്ലേ? നിങ്ങളെന്താ അതിന്റെ അർത്ഥം പൊക്കാത്തത്? അപ്പൊ അതൊക്കെ ഓരോ ദിക്റുകളാണ്. അതൊക്കെ കുറെ അർത്ഥം അറിയാത്ത മുത്തശാബിഹാത്തിൽപ്പെട്ടതാണ്. എന്നതുപോലെ ചില ദിക്റുകളുടെ അർത്ഥം നമുക്ക് അറിഞ്ഞുകൊള്ളുന്നത് അല്ലാഹുവിന്റെ നാമമാണ്. അല്ലാഹുവിന്റെ ആ നാമത്തിന്റെ പേര് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ അതിന് ചില അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളാണ്. അത് അല്ലാഹുവിന്റെ നാമമാണ് എന്ന് വെക്കുകയാണെങ്കിൽ, അത് ദിക്റാണെന്ന് വെക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ വിശദമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ നാമമാണ് ദിക്റാണ് എന്ന് അറിഞ്ഞാൽ തന്നെ അതുകൊണ്ട് പ്രതിഫലം കിട്ടുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി അൽ ഫതാവ അൽ ഹദീസിയയിൽ പറഞ്ഞതിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളെപ്പോലുള്ള